ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചുരക്കം മോര് കാച്ചിയതാണ് ഗൈസ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ചുരക്കയും കൊണ്ട് നമ്മൾ മോര് കാച്ചുമെന്ന്. ആ വാക്ക് നമ്മൾ പാലിച്ചിരിക്കുകയാണ് ഗൈസ്, പാലിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചുരക്കം മോര് കാച്ചിയത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു കുക്കറിൽ ചുരക്ക കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. അതിലേക്ക് വേപ്പിലയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് പച്ചമുളകും ഇട്ട് കൊടുക്കാം ഗൈസ്. അങ്ങനെ ചില ചുരക്കൊക്കെ നല്ല പഞ്ഞു കൂട്ട് വെന്തിട്ടും ഗൈസ്, അതൊക്കെ നമ്മൾ കടിച്ചിട്ടുണ്ടെങ്കിൽ അലിന്ന് പോവും. അതൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നമുക്കിത് വേവിക്കാൻ വെക്കാം. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം ഗൈസ്. അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു മിക്സ് റെഡിയാക്കണം. അത് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗൈസ്. ആ മിക്സിയിലേക്ക് തന്നെ നല്ല പുളിയുള്ള തൈര് ഇട്ട് കൊടുക്കുക ഗൈസ്. മോര് കാച്ചിയതിനൊക്കെ നല്ല പുളിയുള്ള തൈരാണ് നല്ലത് ഇട്ട് ഗൈസ്. അപ്പം കടയിൽ പോയി വാങ്ങുമ്പോൾ പുളിയുള്ള തൈരിന്ന് പ്രത്യേകം പറഞ്ഞിട്ട് വാങ്ങണം ഗൈസ്. അത് നമ്മൾ ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്ത ശേഷം, ഇതാണ് ഗൈസ് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച നമ്മുടെ ചുരക്ക. അതിലേക്ക് നമുക്ക് ആ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഗൈസ്. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് ചൂടാക്കി എടുത്ത ശേഷം നമുക്കിതൊന്ന് താളിക്കേണ്ടതുണ്ട്. അത് താളിക്കുന്ന സാധനങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് ഗൈസ്. ഇതൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പോൾ നമുക്ക് ഈ ചുരക്ക ഒന്ന് ചൂടാക്കി എടുക്കണം ഗൈസ്. ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് താളിക്കാൻ വെക്കണം. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് താളിക്കാനുള്ള ചീനച്ചട്ടിയാണ് വെച്ചിരിക്കണം. ആ ചീനച്ചട്ടി ചൂടായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. ഞാൻ കുറച്ച് നീങ്ങിട്ടാണ് വീഡിയോ എടുക്കണം, കാരണം കടുക് പൊട്ടിത്തെറിക്കുമ്പോൾ എങ്ങാനും ഫോണിലേക്ക് പൊട്ടിത്തെറിച്ചാലെന്ന് വെച്ചിട്ട് സൂം ചെയ്താണ് എടുത്തേക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഗൈസ്. പിന്നെ കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഗൈസ്. അങ്ങനെ ആ കുറച്ച് നീങ്ങി നിന്നിട്ടൊക്കെ ഇളക്കണേക്കും നല്ലത്, കാരണം കൈമക്ക് തെറിക്കും. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗൈസ്. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചിമ്മിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ചുരക്കേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ ചുരക്കേക്ക് ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഗൈസ്. ഇതാണ് ഗൈസ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ വെച്ചേക്കണത് നാക്കി വെള്ളൂർന്നു ഗൈസ്. ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.